ഇപ്പോൾ നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിവിക്സിൻ്റെ 2024 ഡിഗ്രി പ്രിലിംസിൻ്റെ സ്റ്റേജ് 1-ലെ ക്വസ്റ്റ്യൻസാണ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോൾ 21st ക്വസ്റ്റ്യനാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ നോട്ട് എ ഫങ്ഷൻ ഓഫ് സിവിൽ സർവീസ്? സിവിൽ സർവീസിൻ്റെ ഫങ്ഷൻ അല്ലാത്തത് ഏത് എന്നാണ് ഇതിനകത്ത് ചോദിച്ചേക്കുന്നത്. നോക്കിക്കൊള്ളുക. എ കിടക്കുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഗവൺമെൻറ്റ്സ് പോളിസീസ്, ബി ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ, സി മൊബിലൈസ് ഒപ്പോസിഷൻ ടു ദി ഗവൺമെൻറ് ആൻഡ് ഡി ക്യാരിയിങ് ഔട്ട് ദി സോഷ്യൽ സർവീസ്. അപ്പോൾ ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. കാരണം സി ആണ് ഇവിടുത്തെ ഉത്തരം. കാരണം മൊബിലൈസ് ഒപ്പോസിഷൻ ടു ദി ഗവൺമെൻറ്, ഒരിക്കലും ഗവൺമെൻറ്റിന് ഒപ്പോസിഷൻ എന്നുള്ള രീതിയിലല്ല, പിന്നെയോ ഗവൺമെൻറ്റിനോട് കൂടിച്ചേർന്നാണ് എന്ത് സിവിൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് സർവീസിലുള്ള ആളുകളാണ്. അല്ലാതെ IAS IPS അത് മാത്രമല്ല സിവിൽ സർവീസ്, സ്റ്റേറ്റ് ഗവൺമെൻറ് സർവീസിൽ ഉൾപ്പെടെയുള്ള ആളുകളെ നമ്മൾ സിവിൽ സർവീസ് എന്ന് തന്നെയാണ് പറയുന്നത്. സിവിൽ സർവീസ് തന്നെ 3 രീതിയിലുണ്ട്. ഓൾ ഇന്ത്യ സർവീസ് ഉണ്ട്, സെൻട്രൽ സർവീസ് ഉണ്ട്, പിന്നെ സ്റ്റേറ്റ് സർവീസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഉത്തരം വരുന്നത് സി ആണ്. അടുത്തത് which among the following is correct regarding the functions of political parties? പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഫങ്ഷൻസിൽ കറക്റ്റായിട്ട് വരുന്നത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് കിടക്കുന്നത് ഫങ്ഷൻ ഓഫ് സോഷ്യലൈസേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ, സെക്കൻഡ് ഫങ്ഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ, തേർഡ് ഫങ്ഷൻ ഓഫ് എക്സസൈസിങ് പൊളിറ്റിക്കൽ പവർ. ഇനി അതിൻ്റെ മലയാളത്തിലോട്ട് പോകുമ്പോഴാണെങ്കിൽ സാമൂഹികവൽക്കരണത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും പ്രവർത്തനം, സംയോജനത്തിൻ്റെ പ്രവർത്തനം, രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിൻ്റെ പ്രവർത്തനം. അപ്പോൾ വായിച്ച് നോക്കുമ്പോൾ എന്താണ്, നമ്മളൊന്ന് നോക്കിക്കേ, ഇതിനകത്ത് എല്ലാം വരുന്നില്ലേ? ABC എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. അതാണ് ഡി. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഏതാണ്? ഓൾ ഓഫ് ദി എബവ് ആണ് കേട്ടോ, ഓൾ ഓഫ് ദി എബവ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷനിലെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. നമ്മളിവിടെ സിവിക്സ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ് അതൊക്കെ വിടുന്നത്. ഇതിനകത്ത് 29th ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. കാരണം റിക്വസ്റ്റ് എ മെജോറിറ്റി ഓഫ് ഓൾ ദി മെമ്പേഴ്സ് ഓഫ് ഹൗസ്, സ്പീക്കറിൻ്റെ റിമൂവലുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് 2-3 എന്നുള്ളതാണ്. എ എന്ന് പറയുന്നത് മൊത്തത്തിലൊരു എററായിട്ട് കിടക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് 2-3, 2/3 മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് ആൻഡ് മാൻഡേറ്ററി ടു ഗീവ് എ മിനിമം 14 days നോട്ടീസ് ആർക്ക് കൊടുക്കണം? നമ്മൾ സ്പീക്കറിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്തൊരു രണ്ടും കൂടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. മനസ്സിലായില്ലേ? ഓൾ ദി മെമ്പേഴ്സ് എന്നല്ല വരേണ്ടത്, പിന്നെയോ റിക്വസ്റ്റ് ദി മെജോറിറ്റി ഓഫ് ഓൾ ദി ദെൻ മെമ്പേഴ്സ്, അല്ലെങ്കിൽ നമുക്കതിനെ ചുരുക്കത്തിൽ എഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് 1ഉം 3ഉം ആണ് വരേണ്ടത്. സോറി, ഞാൻ നേരത്തെ തെറ്റിയാണ് പറഞ്ഞത്. 2/3 മെജോറിറ്റി അല്ല, റിക്വസ്റ്റ് എ മെജോറിറ്റി ഓഫ് ഓൾ ദി ദെൻ മെമ്പേഴ്സ് എന്നവിടെ വരണം. അതവിടെ വന്നിട്ടില്ല. മനസ്സിലായില്ലേ? ഓൾ ദി ദെൻ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ആയിട്ടുള്ള മെജോറിറ്റി. അപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടോ അതാണ് ഓൾ ദി ദെൻ മെമ്പേഴ്സ്. അപ്പോൾ അത് അവിടെ വന്നിട്ടില്ല, അതുകൊണ്ടാണ് അത് ഡിലീറ്റഡ് ആയി പോയത് ആ ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ 1-3 എന്ന് നമുക്ക് ഉത്തരം കൊടുക്കാമായിരുന്നു. ഇനി 106ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് 30ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഓർ ആർ ദ മേജർ ചേഞ്ചസ് മെയ്ഡ് ത്രൂ ദ 106th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്? ഏതാണത്? നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് പറയുന്ന നിയമമാണ്. എന്താണ്? സ്ത്രീകൾക്ക് ലോക്സഭയിലും നിയമസഭകളിലും ഒക്കെ റിസർവേഷൻ ഓഫ് സീറ്റ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട നിയമമാണ് അത്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അമെൻമെൻ്റാണ് 106ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. ഇതിൽ നോക്കുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അമെൻഡഡ് ആർട്ടിക്കിൾ 239A എന്ന് പറയുന്നുണ്ട്. ബി വരുന്നത് ഇൻസേർഷൻ ഓഫ് ആർട്ടിക്കിൾസ് 330A 332A എന്ന് പറയുന്ന 2 ആർട്ടിക്കിളുകൾ അതിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്തു.
പിന്നെ OBC വുമണിന് സെപ്പറേറ്റ് ആയിട്ടുള്ള റിസർവേഷൻ. അപ്പോൾ അതിൽ ശരിയായിട്ടുള്ളത് ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ശരിയായിട്ടുള്ളത് ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ സെപ്പറേറ്റ് റിസർവേഷൻ ഫോർ OBC വുമൺ 30 ആ 3 എന്ന് പറയുന്നത് തെറ്റാണ് അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഉത്തരം വരുന്നത് എന്താണ്? ഓൺലി 1 and 2 എന്നുള്ളതാണ്. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ OBC വുമണിന് അങ്ങനെ പ്രത്യേകം റിസർവേഷനൊന്നും പറയുന്നില്ല. മനസ്സിലായില്ലേ? OBC വുമണിന് എന്താണ് പ്രത്യേകിച്ച് അങ്ങനെ റിസർവേഷനൊന്നും പറയുന്നില്ല. അപ്പം ഈ 106 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 239AA അത് അമെൻഡ് ചെയ്തു. അപ്പോൾ ആർട്ടിക്കിൾ 239AA എന്ന് പറയുമ്പോൾ അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? ഡൽഹിയിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എന്താണ് വുമണിന് സീറ്റ് റിസർവേഷൻ. അപ്പോൾ ഡൽഹിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഡൽഹിയുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത്? 239AA എന്ന് പറയുന്ന ആർട്ടിക്കിൾ. അടുത്ത 330A 332A അതും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 330A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത് പറയുന്നത്? ലോക്സഭയിലെ 330A എന്ന് പറയുമ്പോൾ അത് ദിസ് പ്രൊവൈഡ്സ് ഫോർ ദ റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഓഫ് വുമൺ ഇൻ ലോക്സഭ. എന്താണ്? 1/3 ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് റിസർവ്ഡ് ഷാൾ ബി റിസർവ് ഫോർ വുമൺ ബിലോങ്ങിങ് ടു SC/ST. അതാണ്. മനസ്സിലായില്ല? ഇനി 332A എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്തുമായിരിക്കും? 330 ലോക്സഭയാണെങ്കിൽ 332 എന്തായിരിക്കും? ലെജിസ്ലേറ്റീവ് അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഓഫ് വുമൺ ഇൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് സ്റ്റേറ്റ്സ്. ഇറ്റ് പ്രൊവൈഡ്സ് ദാറ്റ് 1/3 ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് റിസർവ്ഡ് ഷാൾ ബി. അപ്പം 332 ആയിട്ട് ബന്ധപ്പെട്ട് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സിലെ 1/3 എന്ന് പറയുന്നത് SC/ST വുമണിന് എന്തായിരിക്കും? റിസർവ്ഡ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം വരുന്നത് എന്താണ്? ഓപ്ഷൻ 1 and 2 C ആണ് ഇവിടെ ഉത്തരം വരുന്നത്. C ആണ് ഇവിടെ ഉത്തരം വരുന്നത്. ഓക്കെ, ഇനി C ആണ് ഇവിടെ ഉത്തരം വരുന്നത്. അപ്പോൾ എന്താണ് 30യുടെ ഉത്തരം വരുന്നത്? C. ഇനി 29 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അത് എന്തുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്തതെന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ? റിക്വയർസ് എ മെജോറിറ്റി ഓഫ് ഓൾ ദി ദെൻ മെമ്പേഴ്സ് ഓഫ് ഹൗസ് എന്നായിരുന്നു ഓപ്ഷൻ എ വരേണ്ടത്. അപ്പോൾ എന്താണ്? എഫക്റ്റീവ് മെജോറിറ്റി. ഓൾ ദി ദെൻ വരാത്തത് കൊണ്ട് തന്നെ അവിടെ ഓപ്ഷനും ഇല്ല. അല്ലെങ്കിൽ പിന്നെ ഓൺലി 3 എന്ന് വരണമായിരുന്നു, അതും വന്നിട്ടില്ല. അതുകൊണ്ടാണ് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? ഏതാണ്? എല്ലാം വരുന്നില്ലേ? എല്ലാം വരുന്നുണ്ടേ. അപ്പോൾ എന്നത് മുകളിൽ പറഞ്ഞവയെല്ലാം എന്നുള്ളതാണ്. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് മുകളിൽ പറഞ്ഞവയെല്ലാം D ആണേ. D ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് അതിനകത്ത് വരുന്നത്. സിവിക്സുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് മിക്സ് ചെയ്ത് കിടപ്പുണ്ട്. പിന്നെ സിവിൽ സർവീസിൻ്റെ പ്രവർത്തനമല്ലാത്തത് എന്ന് പറയുന്നുണ്ട്. സിവിൽ സർവീസിൻ്റെ പ്രവർത്തനമല്ലാത്തത് ഏതാണ്? ഗവൺമെൻറ്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക. വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതല്ല ഉത്തരം. അപ്പോൾ അതേതാണ്? C ആണ് ഇവിടെ ഉത്തരം വരുന്നത്. പിന്നെ വിച്ച് സ്റ്റേറ്റ് ഹാസ് റീസെൻ്റ്ലി അനൗൺസ്ഡ് റിഡക്ഷൻ ഇൻ ദി ഏജ് ലിമിറ്റ് ഫോർ ഓൾഡ് ഏജ് പെൻഷൻസ് ഫ്രം 60 to 50 with a specific focus on tribals and Dalits in order to enhance financial support for marginalized communities within the states എന്ന് വരുന്നുണ്ട്. അപ്പോൾ അത്
എ ആണ് ഉത്തരം PSC കൊടുത്തിരിക്കുന്നത്. ജാർഖണ്ഡാണ് കേട്ടോ, ജാർഖണ്ഡ്. എന്താണ് ഓൾഡ് ഏജ് പെൻഷൻ എന്ന് പറയുന്നത് 60 വയസ്സിൽ നിന്ന് 50 വയസ്സാക്കി കുറച്ചു. അപ്പോൾ അവിടെ വരുന്നത് ജാർഖണ്ഡാണ് ഉത്തരം വരുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതുമായിട്ട് സിവിക്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്.